നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തി. ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം. ഫൈൻഡ് ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ ഫോർ ഫോളോയിങ് ഡാറ്റ. ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം രണ്ട് ടൈപ്പുള്ളത്. ഒന്ന് റിഗ്രഷൻ ലൈനുണ്ട്, ഒന്ന് റിഗ്രഷൻ പോളിനോമിയലുണ്ട്. പിന്നെ ഇത് തന്നെ ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് തരാം, അല്ലെങ്കിൽ ബോട്ട്സ് ആയിട്ട് തരാം, അല്ലെങ്കിൽ ഇക്വേഷൻ ആയിട്ട് തരാം. 3 ടൈപ്പാണുള്ളത്. ഇങ്ങനെ തരാം, ഓർഡേർഡ് പെയറായിട്ട് തരാം, ഇക്വേഷനായിട്ട് തരാം. ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 2, എക്സ് 2 ആയപ്പോൾ വൈ 3, എക്സ് 3 ആയപ്പോൾ വൈ 5, എക്സ് 4 ആയപ്പോൾ വൈ 9, എക്സ് 5 ആയപ്പോൾ വൈ 7. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് വൈ ഫസ്റ്റത്തെ ഡയലോഗ് റിഗ്രഷൻ ലൈൻ ആണെങ്കിൽ വൈ ഈക്വൽ ടു എ നോട്ട് പ്ലസ് ബി നോട്ട് എക്സ് ബി ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ എഴുതി. എന്നിട്ട് എന്ത് ചെയ്താൽ വൈ ഈക്വൽ ടു എ നോട്ട് പ്ലസ് ബി നോട്ട് എക്സ്, എക്സിന് 1 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ എന്തായിരുന്നു 2. അപ്പോൾ എന്താ കിട്ടി? എ നോട്ട് പ്ലസ് ബി നോട്ട് ഈക്വൽ ടു 2. നെക്സ്റ്റ് വൈൻ്റെ വാല്യൂ 3, എ നോട്ട് പ്ലസ് 2 ബി നോട്ട് ഈക്വൽ ടു 3. അടുത്തത് എ നോട്ട് പ്ലസ് 3 ബി നോട്ട് ഈക്വൽ ടു 5. അടുത്തത് എ നോട്ട് പ്ലസ് 4 ബി നോട്ട് ഈക്വൽ ടു 9. അവസാനത്തെ എ നോട്ട് പ്ലസ് 5 ബി നോട്ട് ഈക്വൽ ടു 7 കിട്ടി. ഇനി ഈ മെട്രിക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുക. അപ്പോൾ എന്താ കിട്ടി? 1 1 1 2 1 3 1 4 1 5. എ നോട്ടിൻ്റെയും ബി നോട്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് എഴുതി. എക്സ് എന്ന് പറയുന്നത് എ നോട്ട് ബി നോട്ട്, ബി എന്ന് പറയുന്നത് 2 3 5 9 7. ഇനി നമ്മൾ ചെയ്യേണ്ടത് എ ട്രാൻസ്പോസ് എ കാണാം, എ ട്രാൻസ്പോസ് ബി കാണാം. അപ്പോൾ ഈ ഒരു 4 വെക്റ്റേഴ്സൊക്കെയാണ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് 4 തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തെറ്റിക്കില്ല, മാക്സിമം തെറ്റിക്കില്ല. ഈ 5 കോളംസൊക്കെ, അതായത് ഇപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് എഴുതിയില്ലേ, അപ്പോൾ 5 റോയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ശരിക്കും മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന വേണം. ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ട്രാൻസ്പോസ് എ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം ഇൻറ്റു ചെയ്യുക. ഇതിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, കാരണം ഇത് എത്ര തന്നിട്ടില്ല, 5 5 തന്നെയാണ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 × 1 + 1 × 1 എത്ര വട്ടം ചെയ്യുന്നു? 5 ടൈംസ് ചെയ്യുന്നു. അടുത്തത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ഓഫ് സെക്കൻഡ് മെട്രിക്സ്. അപ്പോൾ 1 + 2 + 3 + 4 + 5, അതിൻ്റെ വാല്യൂ 15 അടുത്ത റോനെടുത്തു, അപ്പോഴും അത് തന്നെയാണ് വരിക. അപ്പോൾ ഈ എ ട്രാൻസ്പോസ് എ ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്നുള്ള കാര്യം മനസ്സിൽ വെക്കണം. അപ്പോൾ ഇവിടെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സാധനം എടുത്ത് ഈ 15 എഴുതിയാൽ മതി, കാരണം സിമെട്രിക് ആണല്ലോ. ഇനി എന്താ അടുത്തത്? 1 2 3 4 5 × 1 2 3 4 5, അതായത് 1² + 2² + 3² + 4² + 5², അതിൻ്റെ വാല്യൂ 55 ആണ്. ഇനി എ ട്രാൻസ്പോസ് ബി നമ്മൾ അതുപോലെ ചെയ്തു. അപ്പോൾ എന്താ കിട്ടി? 2 + 3 + 5 + 9 + 7, അതായത് 26. അടുത്ത് ചെയ്യുമ്പോൾ 2 × 2 + 3 × 3 + 5 × 5 + 9 × 9 + 7 × 7, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 168. ഇനി നമ്മൾ ഒരു ഡയലോഗ് എഴുതി വയ്ക്കണം. ഓഗുമെൻറ്റഡ് മെട്രിക്സ് ഫോർ നോർമൽ സിസ്റ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് എ എക്സ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി. എ ട്രാൻസ്പോസ് എ എന്താ കിട്ടിയ? 5 15 15 55. അതെഴുതി. ഇനി എന്ത് എഴുതി? നമ്മുടെ 26 168 എഴുതി. ഇനി നമ്മൾ ഗോസിൽ ചെയ്യില്ലേ, അതേപോലെയാണ് ശരിക്കും ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ എടുക്കുക, സൈമൽക്കേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടി? -109/5 എന്ന് കിട്ടി. ബിയുടെ വാല്യൂ 9 എന്ന് കിട്ടി. അത് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എങ്ങനെയും തരാം. ഓർഡേർഡ് പെയർ 1 2 2 3 3 5 4 9 5 7 എന്ന് പറഞ്ഞിട്ടും ഈ ക്വസ്റ്റ്യൻ തരാം. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് എന്ത് ചെയ്തു? എ നോട്ടും ബി നോട്ടിൻ്റെ വാല്യൂ എടുത്തിട്ട് എവിടെ കൊടുത്തു? ഈക്വേഷനിൽ കൊടുത്തു. എന്തായാലും ലീസ്റ്റ് സ്ക്വയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണാണ്ടിരിക്കില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ ഫോർ ഫോളോയിങ് ഡാറ്റ എക്സ് വൈ 1 1 2 5 3 3 4 6 5 9. നമ്മൾ എന്ത് എഴുതി? y of x ഈക്വൽ ടു എ നോട്ട് പ്ലസ് ബി നോട്ട് എന്ന് എക്സ് എഴുതി. കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എഴുതി, ബിയും എഴുതി. എന്ത് ചെയ്തു? എ ട്രാൻസ്പോസ് എ കണ്ടുപിടിച്ചു, എ ട്രാൻസ്പോസ് ബിയും കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് എഴുതി? ഓഗുമെൻറ്റഡ് മെട്രിക്സ് ഫോർ നോർമൽ സിസ്റ്റം എഴുതി. എ ട്രാൻസ്പോസ് എ എക്സ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി 5 15 24. ഇത് നമ്മൾ എവിടെ കൊടുത്തു?
നമ്മൾ സൈമൾക്കേഷനിൽ കൊടുത്തപ്പോൾ A0 -0.3 എന്നും B0 നമുക്ക് എന്താ കിട്ടിയത് 1.7 അത് ലാസ്റ്റ് ഏത് y(x) = A0 + B0(x)ൽ കൊടുത്തു. കണ്ടോ, ഫൈൻഡ് ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോർ ഫോളോയിങ് ഡാറ്റ. ഇവിടെ എത്തിയപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഇക്വേഷൻ എന്താ y(x) = ഇത് ഈ സാധനം തന്നെ ശരിക്കും എങ്ങനെ എഴുതാം A0 + B0(x) + C0(x)² എന്ന് എഴുതാം. ഇപ്പം ഞാൻ എഴുതിയ പോലെ എഴുതിയാലും തെറ്റില്ല, കാരണം ഫൈനൽ ആൻസർ എത്തുമ്പോഴേക്കും നമ്മളത് കറക്റ്റാക്കിക്കോളും. ഇങ്ങനെ എഴുതാം. ഇപ്പം നമ്മൾ നേരത്തെ എഴുതില്ലേ A0 + B0(x), അതിന് പകരം ഒരു കുട്ടി A0(x) + B0 എന്ന് എഴുതിയാലും തെറ്റില്ല എന്ന്. അപ്പോൾ ഫൈനൽ ആൻസറിലൊക്കെ എത്തുമ്പോഴേക്കും അത് കറക്റ്റായിക്കോളും, മാർക്കൊന്നും പോവില്ല. അപ്പോൾ ഇവിടെ ഞാനെങ്ങനെ എഴുതിയേക്കണേ y = A0(x)² + B0(x) + C0 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ, എക്സിൻ്റെ വാല്യൂ 0 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 0, എക്സിൻ്റെ വാല്യൂ 2 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 2, എക്സിൻ്റെ വാല്യൂ 3 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 6, എക്സിൻ്റെ വാല്യൂ 4 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 12. അത് നമ്മൾ കൊടുത്തപ്പോൾ എന്ത് വന്നു A0 + 0 B0. നമ്മൾ A0 B0 എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ, AB എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മതി, അതല്ല സുഖം. അപ്പോൾ A × B0 + C = 0. നെക്സ്റ്റ് എന്ത് കിട്ടി, അടുത്തത് എക്സിൻ്റെ വാല്യൂ 2 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 2, അപ്പോൾ ഞാൻ അവിടെ 2 ആദ്യം എഴുതി വെച്ചു. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ 2, അപ്പോൾ C + 2B + 4 എന്ന് എഴുതാം. അടുത്തത് A9 + B3 + C = 6, കാരണം എക്സിൻ്റെ വാല്യൂ 3 ആണ്. നെക്സ്റ്റ് എക്സിൻ്റെ വാല്യൂ 4 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം A × 2² ഇതെന്താ കിടക്കണത് 4 ആണല്ലേ. അതായത് വൈൻ്റെ വാല്യൂ 12 ആണ്, എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 12 C 16B. ഇനി എക്സിൻ്റെ വാല്യൂ എന്താണ് വന്നിട്ടുള്ളത്, ഈ ലാസ്റ്റ് എഴുതിയതിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. A16 + B4 + C = 12 എന്നാണ് വരേണ്ടത്. ആ ഒരു ലാസ്റ്റ് ഇക്വേഷൻ ഈ മെട്രിക്സ് എഴുതിയപ്പോൾ കറക്റ്റാണ്, പക്ഷേ മറ്റേ ഇത് എഴുതിയപ്പോൾ തെറ്റിയിട്ടുണ്ട്. A16 + B4 + C = 12 എന്നാണ് വരേണ്ടത്. അത് നമ്മളതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ AX ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം ഈസ് AX = B. അപ്പോൾ അതായത് 0 0 1 4 2 2 4 2 1 9 3 1 16 4 1 ABC = 0 2 6 12 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് എഴുതി A∧A, അതായത് ഇതിൻ്റെ A എന്ന മെട്രിക്സിൻ്റെ റോ ആയിരിക്കും A∧ കോളം. അപ്പോൾ 0 0 1 4 2 1 9 3 1 16 4 1. ഭാഗ്യത്തിന് ഇതിന് എത്ര റോകളുള്ളൂ, 3 റോയും 4 കോളമും ഉള്ളതുകൊണ്ട് നമുക്ക് മെട്രിക്സിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണ്ട. ഈ 5 എണ്ണം തൊട്ടാണ് നമുക്ക് പ്രശ്നം, കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ കാൽക്കുലേറ്ററിൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ശരിയാവാനാണ് സാധ്യത. അപ്പോൾ ഇതെനിക്ക് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്തപ്പോൾ എന്താ കിട്ടി 353 99 29. കണ്ടോ, ആ റോയും ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. A∧Bയും അതുപോലെ കാൽക്കുലേറ്ററിൽ കൊടുത്തപ്പോൾ 252 70 20. ഇനി എന്ത് എഴുതണം, ഓഗുമെൻറ്റഡ് മെട്രിക്സ് ഫോർ നോർമൽ സിസ്റ്റം A∧AX = A∧B. ഇങ്ങനെ ഒരു വരയൊന്നും വേണ്ട കേട്ടോ, ഇവിടെ വര വരച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതെടുത്തിട്ട് മറ്റേ സൈമൾക്കേഷനിൽ കൊടുത്തു. സൈമൾക്കേഷനിൽ കൊടുത്തപ്പോൾ എന്ത് കിട്ടി A = 1 B = -1 C = 0. എന്നിട്ട് എന്ത് കിട്ടി, അത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ വരണേ നോക്കുക. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ പറയട്ടെ. ഇനിയുള്ള ക്വസ്റ്റ്യനാണ്, അതൊരു അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻ ആട്ടോ. ടേബിൾ ഷോസ് വേൾഡ് പോപ്പുലേഷൻ ഇൻ ബില്യൺസ് ഫോർ 6 ഡിഫറെൻറ്റ് ഇയേഴ്സ്. ഇയറും പോപ്പുലേഷൻ തന്നേക്കുക. 1985 4.9, 1990 5.3, 1995 5.7, 2000 6.1, 2005 6.5, 2010 6.9. H = 5 represent the year 1985.
ഫൈൻഡ് ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ y ഈക്വൽ ടു C0 plus C1x plus C2x square for the data and use the model to estimate for the year 2025. കൊല്ല ചോദിച്ചുകൂടെ നമുക്ക്. ഇപ്പം എന്താ പറഞ്ഞേക്കണേന്ന് അറിയോ? നമ്മുടെ ഡാറ്റ ഇങ്ങനെയാണ്. പണ്ട് എക്സും വൈയും മാത്രമായിരുന്നു. ഇപ്പോൾ ഇയറും പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നേക്കണത്. ഈ 1985 അവർ 5 എന്ന് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, എക്സ് ഈക്വൽ ടു 5 റെപ്രസെൻ്റ് ദ ഇയർ 1985. പിന്നെ ഇവരും പോളിനോമിയൽ അടക്കം തന്നിട്ടുണ്ട്. നമുക്ക് എടുക്കേണ്ടി കൂടി വന്നിട്ടില്ല. ഇവരെന്താ തന്നേക്കണേ? y ഈക്വൽ ടു C0 plus C1x plus C2x സ്ക്വയർ. എത്ര ഡാറ്റ തന്നിട്ടുണ്ട്? 6 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പോരാത്തതിന് ഇതിൽ പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് നിൽക്കണത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാനതിന് 1985 എന്നുള്ളതിന് 5, 10, 15, 20, 25, 30 എന്നുള്ള രീതിക്ക് കൊടുത്തു. പിന്നെ 4.9, 5.3, 5.7, 6.1, 6.5, 6.9 y ആണ്. എക്സിൻ്റെ വാല്യൂ 5 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 4.9. അപ്പോൾ C0 പ്ലസ് C1 എക്സിൻ്റെ വാല്യൂ 5 ട്ടാ. C1 5 പ്ലസ് C2 25 ഈക്വൽ ടു 4.9. അടുത്തത് C0 പ്ലസ് C1 10 പ്ലസ് 100 C2 ഈക്വൽ ടു 5.3. നെക്സ്റ്റ് C0 പ്ലസ് C1 15 പ്ലസ് 225 C2 ഈക്വൽ ടു 5.7. അടുത്തത് C0 പ്ലസ് 20 C1 പ്ലസ് 400 C2 ഈക്വൽ ടു 6.1. പിന്നെന്താണ് C0 പ്ലസ് 25 C1 പ്ലസ് 625 C2 ഈക്വൽ ടു 6.5. ലാസ്റ്റത്തെ എന്താണ്? C0 പ്ലസ് 30 C1 പ്ലസ് 900 C2 ഈക്വൽ ടു 6.9. നമ്മൾ എന്ത് ചെയ്യണം? A ട്രാൻസ്പോസ് A കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചു. അതെങ്ങനെ ചെയ്യുക? ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ 1 × 1 പ്ലസ് എത്ര 1 വന്നു? 6 1 വന്നു. പിന്നെ ഇത് ഇൻറ്റു ഈ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം. അപ്പോൾ 5 + 10 + 15 + 20 + 25 + 30 ചെയ്യുക. നെക്സ്റ്റ് എന്ത് വന്നു? 25 + 100 + 225 + 400 + 625 + 900. അപ്പം നമുക്ക് 2275 എന്ന് കിട്ടി. അപ്പം അങ്ങനെ ചെയ്തു. ഇനി അപ്പോൾ നമ്മളിത് അതായത് ഒരു റോ കിട്ടിക്കഴിഞ്ഞാൽ കോളം എഴുതി വെച്ചുല്ലോ. അടുത്തത് നമുക്ക് ഈ 4 എലമെൻറ്റ്സിനെ കിട്ടണ്ടേ. ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, നെക്സ്റ്റ് സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം. ഇനി അപ്പോൾ 2275 55125 എന്ന് കിട്ടും. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. 55125 കാരണം സിമെട്രിക്കാണേ. ഇനി ലാസ്റ്റ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ തേർഡ് റോ ഇൻറ്റു ലാസ്റ്റ് മെട്രിക്സിൻ്റെ തേർഡ് കോളം ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര വലിയ സംഖ്യ കിട്ടും. അതേപോലെ തന്നെ A ട്രാൻസ്പോസ് Bയും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35.4 654.5 14647.5. എന്നിട്ട് എന്ത് ചെയ്തു? A ഓഗുമെൻ്റഡ് മെട്രിക്സ് ഫോർ നോർമൽ സിസ്റ്റം മീൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതണം. എന്നിട്ട് സൈൻ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C0ൻ്റെ വാല്യൂ 4.8, C1ൻ്റെ വാല്യൂ 0.08. അത് നമ്മൾ ഈ ഇതിൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? y(x) ഈക്വൽ ടു അത് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ y(45) കണ്ടുപിടിക്കുക. അതായത് എന്താ വെച്ചാൽ നമ്മളോട് ചോദിച്ചു 2025ൻ്റെ വാല്യൂ എത്രയാണെന്നാണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് 1985 ആണ്. അപ്പോൾ 2025 എത്രയാവും? 45 ആവും. അതെങ്ങനെയാ വെച്ചാൽ 9080 എന്ന് പറയുന്നത് എന്താ? 9080 എന്ന് പറയുന്നത് 0. അങ്ങനെയാണെങ്കിൽ 2025 എത്രയാവും എന്നാണ് ചോദിക്കുക. അപ്പോൾ 98 ജനിച്ച ഒരാൾക്ക് 2025 എത്ര വയസ്സാവും എന്ന് നോക്കിയാലും മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y(45) ആണ്. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് C0 നമുക്ക് എന്താ കിട്ടിയേക്കണത്? C0 4.5. C0 4.5. അടുത്തത് 0.08x. അത് നമ്മൾ എന്ത് കൊടുക്കണം? എക്സിൻ്റെ വാല്യൂ 45 കൊടുക്കുമ്പോൾ എന്താണ് വൈൻ്റെ വാല്യൂ കിട്ടണതെന്ന് നോക്കണം.